ഇവന്റെ ഗോഡ് ഫാദർ ഉണ്ടല്ലോ ഷാഫി പറമ്പിൽ, ഇവന്റെ ഗോഡ് ഫാദർ ചെലവും കൊടുത്ത് പോറ്റുന്ന ഒരു സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ ഇന്നലെ വൈകുന്നേരം പ്രത്യക്ഷപ്പെട്ട ഒരു പോസ്റ്റ് ഉണ്ട്. ഇന്നലെ വൈകുന്നേരം പ്രത്യക്ഷപ്പെട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്, അതിൽ ഒരു സ്ക്രീൻഷോട്ടാണ്. കേരളത്തിലെ ഒരു രാഷ്ട്രീയ നേതാവിന്റെ ഫോൺ റെക്കോർഡിന്റെ സ്ക്രീൻഷോട്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രത്യക്ഷപ്പെടുന്നത്. 9 മിനിറ്റ് 27 സെക്കൻഡ് നീണ്ടു നിൽക്കുന്ന കോൾ റെക്കോർഡാണ്. ആ കോൾ റെക്കോർഡ് പുറത്തേക്ക് വന്നാൽ രാഹുൽ മാങ്കൂട്ടത്തെ രാജിവെപ്പിക്കാൻ നടക്കുന്ന മറ്റൊരു കേരളത്തിലെ നേതാവ് രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിച്ച് പോകേണ്ടി വരും, അത് ചെയ്യിപ്പിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ആ സ്ക്രീൻഷോട്ട് പ്രത്യക്ഷപ്പെടുന്നു. അപ്പൊ സ്ക്രീൻഷോട്ടിലെ മൊബൈൽ നമ്പർ വെറുതെ ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കി, ഇതിപ്പോ ആരുടെ നമ്പർ, അതിപ്പോ ആരെ രാഷ്ട്രീയ നേതാവ് നോക്കുമ്പോ VD സതീശൻ ഒപ്പോസിഷൻ ലീഡർ ഓഫ് കേരള എന്ന് ട്രൂ കോളറിൽ വരികയാണ്. ഷാഫി പറമ്പിൽ ചെലവും കൊടുത്ത് പോറ്റുന്ന ഒരു ഫേസ്ബുക്ക് പ്രൊഫൈല്. ആ പ്രൊഫൈൽ VD സതീശന്റെ കോൾ റെക്കോർഡിന്റെ സ്ക്രീൻഷോട്ട് പരസ്യമായി സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇന്നലെ വൈകുന്നേരം പങ്കുവെച്ച് വെല്ലുവിളിക്കാണ്. അത്രയ്ക്ക് ധൈര്യന്റെ ഒന്ന് രാഹുൽ ഞങ്ങൾ രാജിവെപ്പിച്ച് കാണിച്ചാൽ ഈ 9 മിനിറ്റ് 27 സെക്കൻഡ് ദൈർഘ്യമുള്ള കോൾ റെക്കോർഡ് പുറത്തേക്ക് വിടും എന്നുള്ളത് ഒരു സോഷ്യൽ മീഡിയ പ്രൊഫൈലിന്റെ ഭീഷണി. ആ ഭീഷണി വന്നപ്പോൾ നിങ്ങൾ കണ്ടില്ലേ VD സതീശനെ? ഇന്ന് VD സതീശൻ മാധ്യമങ്ങളെ കണ്ടത് നിങ്ങൾ കണ്ടില്ലേ? പച്ചാളം വാസി തോറ്റുപോകുന്ന എക്സ്പ്രഷനുകൾ മുഖത്ത് വാരിക്കൊരിട്ടുണ്ട്. ഇന്നലെ വരെ ഇയാൾ പറയാൻ വേണ്ടി ശ്രമിച്ച സർവ്വ നിലപാട് നാലാക്കി മടക്കി പോക്കറ്റിലിട്ട് വാലും ചുരുട്ടി VD സതീശൻ മണ്ഡന കാഴ്ചകൾ കണ്ടില്ലേ? എന്നായിരുന്നു ഇവൻ VD സതീശനും ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടവും അടങ്ങുന്ന ത്രിസംഘായിരുന്നല്ലോ. ഈ 3 എണ്ണം കൂടിയായിരുന്നല്ലോ കോൺഗ്രസിനെ നിയന്ത്രിച്ചുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ സതീശന് ബോധ്യപ്പെട്ട പണി പാളി, ഇനി മറ്റ് രക്ഷയില്ല എന്ന് ബോധ്യപ്പെട്ട ഘട്ടത്തിൽ കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ പറയട്ടെ, മിനിഞ്ഞാന്ന് വൈകുന്നേരം മുതൽ VD സതീശന്റെ ഓഫീസ് കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വാർത്താ ഉൽപാദകർ അവർ കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന മാധ്യമ സ്ഥാപനങ്ങളിലേക്കും വിളിച്ചിട്ടുണ്ട്. വിളിച്ചിട്ട് എന്താ പറഞ്ഞത്? ഒരു ഫ്ലാഷ് ന്യൂസ് വിട്ടു തുടങ്ങിക്കോ. എന്തായിരുന്നു ഫ്ലാഷ് ന്യൂസ്? രാഹുലിന്റെ രാജിക്ക് വേണ്ടി VD സതീശന്റെ സമ്മർദ്ദം. ഇല്ലേ, മിനിഞ്ഞാന്ന് വൈകുന്നേരം തൊട്ട് നിങ്ങൾ കാണുന്നത് ഫ്ലാഷ് ന്യൂസ്. എന്തായിരുന്നു ന്യൂസ്? ആകെ പെട്ടു. ഇനിയിപ്പോ ആകെ ഒരു മാർഗം, ബാക്കിയെല്ലാവരും പ്രശ്നക്കാരും, ഞാൻ മാത്രം ഗംഭീരം എന്ന് വരുത്താൻ വേണ്ടി ഒരു ശ്രമം സതീശൻ നടത്തി ഇന്നലെ മിനിഞ്ഞാന്നിട്ട്. അതിന്റെ ഭാഗമായി കേരളത്തിലെ ഒട്ടുമിക്ക മാധ്യമ സ്ഥാപനങ്ങളിലേക്കും വിളിച്ചു സതീശന്റെ ഓഫീസിൽ നിന്ന്. വിളിച്ചിട്ട് പറഞ്ഞു, ഇനി നിങ്ങൾ ഫ്ലാഷ് കൊടുത്തോ, ബാക്കി എല്ലാവരും രാഹുലിനൊപ്പം നിൽക്കുകയാണ്, സതീശൻ മാത്രം രാജിക്ക് വേണ്ടി സമ്മർദ്ദം ചെലുത്തുന്നു എന്ന് വാർത്ത കൊടുത്തു. ഇന്നലെ മിനിഞ്ഞാൻ നിങ്ങളെ വാർത്ത കണ്ടില്ലേ? കണ്ടു. ആ വാർത്ത എങ്ങനെ പോകുമ്പോഴാണ് ഇന്നലെ വൈകുന്നേരം ഞാൻ പറഞ്ഞ ഫേസ്ബുക്ക് പോസ്റ്റ്. സതീശൻ നേരെ തിരിഞ്ഞിട്ടാണ് കോൺഗ്രസിന്റെ അവസ്ഥ. കേരളത്തിലെ കോൺഗ്രസിന്റെ സമാരാധ്യരായ നേതൃത്വമാകെ രാഹുൽ മാങ്കൂട്ടം പൊതുപ്രവർത്തനം അവസാനിപ്പിക്കണം, MLA സ്ഥാനം രാജിവെക്കണം എന്ന് പറഞ്ഞപ്പോ അത് വേണ്ട, പണ്ട് പറഞ്ഞ പോലെ എന്റെ കുഞ്ഞനുജനാണ് എന്നും പറഞ്ഞ് ഇങ്ങനെ ചേർത്ത് പിടിച്ച ഒരാളുണ്ടായിരുന്നു. ആരാ? രാഹുൽ, ഈ പറഞ്ഞ ഷാഫി പറമ്പിൽ. ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തെ തട്ടിയാൽ ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിന്റെ മാത്രം സ്ക്രീൻ റെക്കോർഡും സ്ക്രീൻഷോട്ടും വോയിസ് റെക്കോർഡ് പുറത്തു വന്നിട്ടുള്ളൂ. ഈ ചെങ്ങായിനെ തട്ടിക്കഴിഞ്ഞാല് ഈ ചെങ്ങാതിയുടെ കയ്യിലുള്ള ഷാഫി പറമ്പിലിന്റെ ബാക്കി സ്ക്രീൻ റെക്കോർഡുകളും വീഡിയോ റെക്കോർഡുകളും ഓഡിയോ റെക്കോർഡുകളും പുറത്തേക്ക് വരും. അപ്പൊ ഒരു നിലയ്ക്കും ഇവരെ വിട്ടുകൊടുക്കില്ല എന്ന നിലപാടിലേക്ക് ഈ പറവട്ടിനെ വിട്ടുകൊടുക്കില്ല എന്ന നിലപാട് ഷാഫി പറമ്പിലെടുക്കുക. അപ്പൊ അതിനെതിരായി സതീശൻ നിന്നപ്പോഴേക്കും ഷാഫി ആർമി ഇറങ്ങി. സംരക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ സതീശന്റെ ഓഡിയോ റെക്കോർഡ്, സതീശന്റെ സ്ക്രീൻഷോട്ട് ഞങ്ങളെടുത്ത് പുറത്തേക്ക് വിടും. അപ്പൊ സതീശൻ ഒതുങ്ങി. ഈ നിലയ്ക്ക് പരസ്പരം ബ്ലാക്ക്മെയിൽ ചെയ്ത്, പരസ്പരം ഭീഷണിപ്പെടുത്തി, പണം തട്ടി പോകുന്നൊരു കൊള്ളസംഘം